ഏവർക്കും വീണ്ടും വരുന്നവനായ നസ്രത്ത്കാരൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മധ്യാഹ്ന സമയത്ത് എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഏവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഫലിതമാകാം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഫലിതമാകാം, നിങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഫലിതമാകാം. എങ്കിലും നാം ദൈവത്തിന്റെ പാദപീഠത്തിൽ വിശ്വാസത്തോടെ കടന്നു വന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നിരാശകൾ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അതിന്റെ അകത്തളങ്ങളെ മറുപടി നൽകപ്പെടുവാൻ സർവശക്തനായ ദൈവം ശക്തനത്ര. കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുയേശുവിന് കഴിയാത്ത യാതൊരു വിഷയങ്ങളുമില്ല. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനങ്ങൾ പ്രസ്താവിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിശുദ്ധമാക എന്ന് പറഞ്ഞ് ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ കരം വെച്ച് പരിപൂർണമായി വിടുതൽ കൽപ്പിക്കുവാനിടയായി. അവിടെ കൂടി വന്നിരുന്ന പുരുഷാരം ഇപ്രകാരം ചിന്തിച്ചു, നോ, കുഷ്ഠരോഗിക്ക് വിടുതൽ സംഭവിക്കത്തില്ല എന്ന്. കാരണം അവർക്കറിയത്തില്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പല വിഷയങ്ങളും ഉണ്ടായിരിക്കാം. ഇല്ല, എന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഞാൻ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ഞരങ്ങുന്ന വിഷയത്തിന് നടുവിൽ എന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഒരു വിടുതൽ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നീ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നനച്ചുകൊണ്ടിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയട്ടെ, നീ നിന്റെ അനുഭവങ്ങളെ, നിന്റെ വേദനയാകുന്ന വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ കുറവുകൾ ഒക്കെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുഴക്കാലം അടക്കി നീ ദൈവത്തോട് തന്നെ വിളിക്ക്. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങും. നിന്റെ യാചനകൾ സ്വർഗത്തിലെ ദൈവം നിരക്ഷിക്കാതെ വണ്ണം നിന്റെ യാചന നടുവിൽ ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ പകരുവാനിടയാകും. നോക്കണേ, വിശുദ്ധ വേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കപ്പെടുമ്പോൾ അതിന്റെ അകത്തളങ്ങളിൽ പ്രകാരം കാണപ്പെടുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് കഴിയാത്ത യാതൊരു കാര്യമില്ല എന്ന്. നമ്മുടെ രക്ഷകന്റെ നാഥനായ യേശു കർത്താവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല എന്ന്. എന്തുകൊണ്ട് നമ്മുടെ കണ്ണുനീരിന്റെ നടുവിൽ മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ മറുപടി ലഭിക്കുന്നില്ല? സങ്കീർത്തന ഭാഗത്ത് ഒരു വചനം ഇപ്രകാരം കടപ്പെട്ട്, നേരോടെ നടക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുക എന്നും. നേരോടെ നടക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം നന്മയ്ക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം എന്തുകൊണ്ട് നമുക്ക് നന്മകളും വിടുതലുകളും സൗഖ്യങ്ങളും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല? നേരോടെ നടക്കുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നാം നടക്കുന്ന നടപ്പിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ പ്രവർത്തി നിന്ന് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുയേശു ആഗ്രഹിക്കുന്ന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. ഈ മധ്യാഹ്ന സമയത്ത് ഓർമ്മിക്കട്ടെ. നോക്കണേ, ഭക്തന്മാരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളുമുണ്ട്. അബ്രഹാമിന്റെ സന്തതിയെ മിസ്രൈമിന്റെ അടിമന്ന് കൊത്തുന്ന വിടുവിച്ചു കൊണ്ടുവരപ്പെടുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കപ്പെടുകയാണ്. അവർക്ക് സന്തോഷമുണ്ട്, ആനന്ദഘോഷങ്ങളുണ്ട്, സകലതുമുണ്ട്. അങ്ങനെ അവർ കടന്നു വരപ്പെടുമ്പോൾ അവർ പിൻപിലൊരു ശബ്ദം കേട്ടു.
എന്താ പിൻവലിക്കേണ്ട ശബ്ദമെന്ന് നോക്കാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കപ്പെട്ടപ്പോൾ അവിടെ കണ്ട കാര്യം ഫറവോനും സൈന്യവും നമ്മെ തകർത്തു കളയുവാൻ കുതിരപ്പുറത്തുകയറി പിന്നാലെ കടന്നു വരുന്നു. ജനം ഭയപ്പെട്ടു. എന്തുകൊണ്ട് ഭയപ്പെട്ടു? ഇടത്തോട്ട് ഓടി രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല, വലത്തോട്ട് ഓടി രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. കാരണം ഇടത്തും വലത്തും പർവ്വത നിരകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കപ്പെടുന്നുണ്ട്. മുന്നിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മഹാസാഗരം എന്നതുപോലെ അവൻ സ്തോത്രം ചെങ്കടൽ നിൽക്കപ്പെടുന്നു. ജനം ഭയപ്പെട്ടു പോയി. നാം മരിച്ചു വിടും. ഇന്നത്തോടെ ഞങ്ങളുടെ തലമുറകളും അബ്രഹാമിന്റെ സ്തോത്ര സന്തതിയായ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ചെങ്കന്റെ കരയ്ക്കകം സ്തോത്ര കരയിൽ ഇന്ന് പട്ടുപോകുമെന്ന് ജനം ഭയപ്പെട്ടു നിലവിളിക്കപ്പെടുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കരത്തിലെത്തായിരിക്കുന്നത് വടി. ആ വടിയെടുത്ത് ചെങ്കലിന് നേരെ നീട്ടുവാൻ പറഞ്ഞു. മോശ ദൈവത്തിന്റെ കൽപ്പന അതേപടി അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവിടെ മുമ്പിൽ എന്താണ് അസാധ്യം തോന്നിയത്? ആ സാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ആ മഹാസാഗരമാകുന്ന ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയായ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വഴി ഒരുക്കിയെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന് നിന്റെ കടഭാരങ്ങൾ മാറ്റുവാൻ കഴിയും. ഈ പകൽക്കാലം നിന്റെ ആവശ്യങ്ങൾ നടുവിൽ ദൈവത്തിന് ഇറങ്ങി പ്രവർത്തിപ്പാൻ കഴിയും. ഈ പകൽക്കാലം നിന്റെ കണ്ണുനീരുകളെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ കഠിനതകളെ മാറ്റി, നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് അത് താണാനുഭവമാണോ, വേദനജനകമാകുന്ന അനുഭവമാണോ, കണ്ണുനീരിന്റെ അനുഭവമാണോ, അതല്ല വിഷയം. നീ നിന്നെ തന്നെ താഴ്ത്തപ്പെടുമ്പോൾ അതിന്റെ കഥകൾ നിന്നെ വിടിവെച്ച് പുറത്തെടുക്കുവാൻ സർവശക്തനായ ദൈവം ഈ പകൽക്കാലം ശക്തനെത്രയും. അങ്ങനെയെങ്കിൽ ഭക്തന്മാർ ഇപ്രകാരം പാടി, എന്റെ ദൈവത്താൽ സകലതും സാധ്യം, തന്നാമത്താൽ സകലതും സാധ്യം, എന്റെ ദൈവത്താൽ കഴിയാത്തത് യാതൊന്നുമില്ല. എപ്രകാരം? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം. ആ ദൈവം നീതിമാൻ. ആ രക്ഷകന യേശു കർത്താവ് വിശ്വസ്തൻ. ആ രക്ഷകന യേശു കർത്താവ് സർവത്തിലും നായകൻ. അങ്ങനെ അപ്രകാരം ഒരു ഗാനം പാടി ഈ പകൽക്കാലം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആശീർവാദം പറയാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എന്റെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമില്ല. ഓ വല്ലവൻ ചൊല്ലി എല്ലാമാകും, ഇല്ല വേറില്ല നാമം. വന്മറിൽ പോലുള്ള ദുഃഖവും വന്മറാശിക്കാനേ, വല്ലവൻ ചൊല്ലി എല്ലാമാകും, ഇല്ല വേറില്ല നാമം. വന്മറിൽ പോലുള്ള ദുഃഖവും വന്മരത്താൽ നീങ്ങിടോ. നേരിന്റെ വഴി നടന്നാൽ നന്മകൾ ദിനവും നൽകുവേ. വിശ്വസ്തൻ നീതിമാൻ സർവ്വത്തിൻ നായകൻ. വിശ്വസ്തൻ നീതിമാൻ സർവ്വത്തിൻ നായകൻ. എന്റെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമില്ല. എന്റെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമില്ല. എന്റെ യേശുവിൻ നാമത്താൽ മാറാത്തതായി വൻരോഗങ്ങൾ ഏതുണ്ട്. എന്റെ യേശുവിൻ നാമത്താൽ മാറാത്തതായി
നന്മകൾ ദിനവും നൽകുമേ. വിശ്വസ്തൻ നീതിമാൻ സർവത്തിൻ നായകൻ. വിശ്വസ്തൻ നീതിമാൻ സർവത്തിൻ നായകൻ. എന്റെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. ഒരുമിച്ച് പറഞ്ഞാട്ടെ. തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. ഒരുമിച്ച് പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. രക്ഷകനാഥനമായ യേശുവേ, അങ്ങയുടെ നാമത്താൽ കഴിയാത്തത് യാതൊന്നുമില്ല. അങ്ങയുടെ നാമത്തിൽ കഴിയാത്തത് യാതൊന്നുമില്ല. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളുടെ സകല കുറവുകളും പാപങ്ങളും ക്ഷമിച്ചു അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ മധ്യാഹ്ന സമയത്ത് ശക്തമായി വെളിപ്പെടുത്തി പ്രിയമക്കൾ അനുഗ്രഹിക്കേണ്ടതിനും പ്രിയമക്കൾ ആശീർവദിക്കേണ്ടതിനും എളിവൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ മധ്യാഹ്ന സമയത്ത് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവം നല്ല പിതാവ്, നന്ദിയോട് അവന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഈ മധ്യാഹ്ന സമയത്ത് അങ്ങേ പാടി സ്തുതിപ്പാൻ തന്ന കൃപകൾക്കായി സ്തോത്രം. ഈ മധ്യാഹ്ന സമയത്ത് ഞങ്ങൾ കുറവുകൾ വെളിപ്പെടുത്തിയ ദൈവത്തിനാണ് നന്ദി. എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യാചനയുടെ നടുവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നില്ല? ഞങ്ങൾ നേരോട് പരിശ്രമയിൽ നടക്കാത്തത് കൊണ്ടെന്ന് ഈ പകൽക്കാല ദൈവത്തിന്റെ ആത്മാവോ ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിനായി ഈ മധ്യാഹ്ന സമയത്ത് നന്ദി പറയുന്നപ്പ. മധ്യാഹ്ന സമയത്ത് കർത്താവ് രക്ഷകനേശുവേ, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവങ്ങളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എളിവൻ അവരെ അനുഗ്രഹിച്ചു സകലാത്മിക ഭൗതിക നന്മകൾ അവരുടെ മേൽ പകരുവാൻ ദൈവത്തോട് യാചിച്ചു ഈ പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അങ്ങ് പ്രവർത്തിക്കും. അവരുടെ ആവശ്യങ്ങൾ വിറഞ്ഞ് പ്രവർത്തിക്കും. രോഗികളുടെ രാത്രി മധ്യാഹ്ന സമയത്ത് സൗഖ്യം കൽപ്പിക്കും. ശത്രുവിന്റെ പദ്ധതികൾ നീക്കി ദൈവിക പദ്ധതിയിലേക്ക് അവരുടെ മക്കളെ കരം പിടിച്ച് അവരുടെ കുറവുകൾ പാപങ്ങൾ ക്ഷമിച്ച് അവർ പ്രാപിക്കേണ്ട എത്രയോ നന്മകൾ നഷ്ടപ്പെട്ടിരിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ട സകല നന്മകളും മടക്കി കൊടുത്ത് അവരെ വിശുദ്ധിലേക്ക് ഏർപ്പാടിലേക്കും നിത്യത്തിലേക്ക് കരം പിടിക്കുന്ന തലത്തിൽ ദൈവപ്രവൃത്തി തന്റെ ജനത്തിന്മേൽ പകരുവാൻ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. അപ്രകാരം അങ്ങ് പ്രവർത്തിക്കും, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.